ഷഹബാസ് കേസിൽ അവിടെ സ്കൂളിന് മുന്നിലാണ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണോ കെ എസ് യു പ്രവർത്തകരാണോ എന്നറിയില്ല. എന്തായാലും കെ എസ് യു പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനെ തുടർന്നാണ് പ്രതിഷേധം ഉണ്ടാവുന്നത്. കുട്ടികളെ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇന്നൊരു ദിവസത്തേക്ക് പ്രവേശന നടപടികൾക്കായി സ്കൂളിലേക്ക് എത്തിക്കാനുള്ള പോലീസിൻ്റെ നീക്കം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, കുറേയധികം വണ്ടികൾ ഒക്കെയായി, കുറേയധികം പോലീസുകാരൊക്കെയായി. അപ്പോൾ ഈ 5 പ്രതികളെ അങ്ങോട്ടേക്ക്, അഞ്ച് കുട്ടികളെ, കുറ്റാരോപിതരായ കുട്ടികളെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടന്നത്. അത് എന്തായാലും പോലീസ് ഇപ്പോൾ സ്കൂളിനകത്തേക്ക് ഈ കൊലപാതക കേസിലെ ഷഹബാസ് എന്ന് പറയുന്ന ഒരു സഹപാഠിയെ ഇടിച്ചു കൊന്നു എന്ന് കുറ്റാരോപിതരായ കുട്ടികളെ അങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് അവരുടെ തുടർ പഠനത്തിനായി അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് പോലീസ്. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെയും. MSFും യൂത്ത് കോൺഗ്രസും ഒക്കെ വലിയ പ്രതിഷേധം, MSFും യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഒക്കെ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തിയിരുന്നു. ആ പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്തായാലും പ്രതിഷേധക്കാരെക്കാൾ കൂടുതൽ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. മിഥില ബാലൻ ചേരുന്നു. മിഥില, തുള്ളിക്കൊരുടോ എന്ന് പറയുന്ന മട്ടിൽ ഒരുപാട് പോലീസുകാർ എന്തായാലും അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, തീർച്ചയായും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് KSUവിൻ്റെ പ്രതിഷേധമാണ്. പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയാണ്. പോലീസ് കൊലയാളികളെ സംരക്ഷിക്കുകയാണ് എന്നാണ് KSU പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. അവർ അതായത് കൊലയാളികൾക്ക് പോലീസ് സംരക്ഷണം നൽകുന്നു എന്നാണ് KSU പ്രവർത്തകർ പറയുന്നത്. അവരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് ഈ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അല്പസമയം മുമ്പാണ് ഈ കുട്ടികളെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 3 കുട്ടികളെ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അല്പസമയം മുമ്പ് എത്തിച്ചു. വൻ പോലീസ് സന്നാഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കുട്ടികളെ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബലം പ്രയോഗിച്ച് ഈ കുട്ടികളെ പോലീസ് വാഹനത്തിലേക്ക് പോലീസ് കയറ്റുകയാണ്. താമരശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ KSU പ്രവർത്തകരെ ഇപ്പോൾ ഈ ഒരു ബസ്സിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ MSF പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അവരെയും സമാനമായ രീതിയിൽ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സ്കൂളിനകത്ത് ഈ കുട്ടികളുടെ പ്രവേശന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് അവരെ ഇങ്ങോട്ട് എത്തിച്ചത്. വലിയ നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഉന്നയിച്ച ഒരു കാര്യം എന്ന് നമുക്കറിയാം, ഇവിടുത്തെ നിയമവും അതേപോലെ ഇവിടുത്തെ പോലീസും സംരക്ഷണം കൊടുത്ത് പരിശീലിക്കാം. എന്ത് ചെറ്റത്തിലാണ് ഇവിടെ നിയമത്തിന് പോലീസിനെതിരെ വലിയ രൂക്ഷമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ കൊലയാളികളായ കുട്ടികൾക്ക് പോലീസ് സംരക്ഷണം നൽകുന്നു എന്നാണ് ഇപ്പോൾ ഈ KSUവിൻ്റെ പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഇപ്പോൾ അവർ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തു നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം KSU ജില്ലാ പ്രസിഡന്റ് സൂരജ് ചേരുന്നു. സൂരജ്, എന്താണ് നിലവിലെ തീരുമാനം? പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. ഒരു വിദ്യാർത്ഥിയെ ഷഹബാസിനെ കൊന്ന് ഷഹബാസിന്റെ ചോരക്കറ മാറും മുന്നേ വീണ്ടും അവർക്ക് SSLC എക്സാം എഴുതാൻ അനുമതി കൊടുത്തു. +1 അഡ്മിഷൻ കൊടുക്കുകയാണ്. ഇവരെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ എന്താണ് എഴുതിയത്? ഒരാളെ കൊന്ന കുട്ടികളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ എന്താണ് എഴുതിയെന്ന് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കണം. ഗുഡ് എന്ന് എഴുതിയ ആളുകൾക്കാണ് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുക. അങ്ങനെ ഗുഡ് എന്നാണ് ഒരു കൊലപാതകിയുടെ TCയിൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അവർ എഴുതി വെച്ചതെങ്കിൽ ഈ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഈ നാടിനോട് മാപ്പ് പറയണം. ഇത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് ഈ നാടിന് നൽകുന്നത്. ഇത് വെച്ചു പൊറിപ്പിക്കാൻ KSU തയ്യാറല്ല. വിദ്യാഭ്യാസ മേഖലയിൽ പുഴുക്കുത്തുകളെ KSU എന്ത് തന്നെയാലും ചെറുത്തു തോൽപ്പിക്കും. തന്നെയാണ് നിലവിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ KSU പ്രവർത്തകരുടെ തീരുമാനം. നമുക്കിപ്പോൾ കാണാം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. അല്പസമയം മുമ്പാണ് ഈ 3 കുട്ടികളെ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിച്ചത്. ജുവനൈൽ ജസ്റ്റിസ്, അതായത് ഒബ്സർവേഷൻ ഹോമിൽ നിന്നും നമ്മൾ കണ്ടതാണ്. വലിയൊരു പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെ തന്നെയാണ് ഈ കുട്ടികളെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. 3 കുട്ടികളെയാണ് നിലവിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് കോഴിക്കോട് ടൗൺ പരിസരത്തുള്ള സ്കൂളിലാണ് ഇന്നിപ്പോൾ അലോട്ട്മെന്റ് പ്രവേശന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അവരെയും അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യത എന്നത് ഷഹബാസ് കൊലക്കേസിലെ വിദ്യാർത്ഥികൾ ഈ താമരശ്ശേരി വലിയ പ്രതിഷേധമാണ്. KSU പ്രവർത്തകർ മിവാ ജോളി അടക്കമുള്ളവരുണ്ടായിരുന്നു. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവിടുന്ന്.